അപ്പൊ എല്ലാ കളറുമുള്ള ബനിയൻ എടുത്തുണ്ട്. ഇത് വെള്ളയായില്ലേ? വെള്ള ഇടാലോ. നമ്മൾ ഇന്ന് ഡാഡൂസിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ. ആദ്യത്തെ ദിവസമാണ്. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടാട്ടോ പോകുന്നേ. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ അവിടുത്തെ പ്രവേശനോത്സവമൊക്കെ. ചേട്ടാ ഏജിൽ പെട്ടു. പൊന്നു മുകളിലാന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിരുന്നാണേ. തങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുമായി നമ്മുടെ സ്കൂളിന്റെ വരാന്തയ്ക്ക് മുന്നിൽ എത്തിച്ചേർന്നതാണ്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള മുഴുവൻ അധ്യാപകരും ക്ലാസ്സിലെ കുട്ടികളുമായി നമ്മുടെ സ്കൂളിന്റെ മുന്നിലുള്ള വരാന്തയ്ക്ക് മുന്നിലുള്ള ഇന്റർനെറ്റ് സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് നടത്തുകയും പൊന്നു ഇവിടെ ആയിരിക്കും. ഇതാ 4ാം ക്ലാസ്. നമുക്ക് ഇനി ഗ്രൂപ്പ് മാറ്റി ചേർക്കണം. അതാ ചേട്ടായി. ചേട്ടായി ലൈറ്റ് കത്തുന്ന പെൻസില്.
അതാ പുറകിലേക്കും തിരിഞ്ഞ് ഇരിക്കുന്ന പൊന്നോ. അവൻ്റെ അടുത്ത് കാണിച്ചു നിങ്ങളോട് സംസാരിക്കാം. എല്ലാരും മുഖത്തേക്ക് നോക്ക്. ഒരു മിനിറ്റ്. കുട്ടാ, മോന്റെ പേരെന്താ? എല്ലാരും ഒന്ന് കുറച്ചേരം മുഖത്തേക്ക് നോക്കി. ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് കേട്ട് നോക്ക്, മനസ്സിലാവുന്നത്. ഓക്കെ? അപ്പൊ ഈ കുറച്ചേരം പരസ്പരം നോക്കി പഠിക്കാൻ മാത്രമാണ് കുട്ടികളോട് ഉണ്ടാക്കുന്നത്. ഒരു സ്ഥലത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോയിട്ട് വരുന്ന തലമുറയിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് ഇത്തരം കാര്യങ്ങളാണ്. ആ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോയിട്ട് പഠിപ്പിക്കേണ്ടതാരാ? നമ്മള് പഠിക്കേണ്ടതാരാ? കുട്ടികൾ. അപ്പൊ കുട്ടികള് ചില സ്ഥലത്ത് പോയാൽ ചെരുപ്പഴിച്ച് വെച്ച് കയറണം. പഴത്തൊലി വിട്ടുന്നേക്ക് ഇടരുത്. വീട് വൃത്തികേടാക്കരുത്. നമ്മുടെ സ്കൂളിൽ പാടില്ല. പ്ലാസ്റ്റിക്കിന്റെ കയറും പക്കാളവും ഫ്ലെക്സും സാധനവും പാടില്ല. ഇതൊക്കെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാണ്, നമ്മുടെ വീട്ടിൽ നിന്നാണ്. അത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ടത് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാണ്. നമ്മുടെ സ്കൂളിൽ അങ്ങനെ ശീലങ്ങളൊക്കെ 99% മാറിയിട്ടുണ്ട്. ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ഓണത്തിനകത്ത് കുറെ ഡെക്കറേഷൻ സാധനങ്ങൾ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും. പ്ലാസ്റ്റിക്കിന്റെ കയറ്, പ്ലാസ്റ്റിക്കിന്റെ ഊര്. നമ്മളും ശ്രദ്ധിക്കൂല. അത് സാധാരണ സർക്കാർ സ്കൂളല്ലേ, ഉണ്ടായിക്കോട്ടെ, അതിനെന്താ പ്രശ്നം. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യും. നമ്മുടെ വീടിന്റെ മതിലിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഒട്ടിക്കും. ഞാൻ വീട്ടില് നമ്മൾ ആ വീടൊക്കെ വെച്ചിട്ട് അതിന്റെ കയറുന്ന ഡോറിൽ തന്നെ ഇവിടെ തുപ്പരുത്, അല്ലെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക് കയറുന്നത് നമ്മൾ ഒട്ടിക്കും. അപ്പൊ എഴുതി വെച്ചാൽ നല്ല കാര്യമാണ്. എന്താണ് ഇവിടെ തുപ്പരുത്, ഇവിടെ പ്ലാസ്റ്റിക് കയറുന്നത്. പക്ഷെ മതിലിന്റെ മുകളിൽ വാതിലിന്റെ മുകളിൽ ആരെ കൊണ്ട് ഒട്ടിക്കോ? പക്ഷെ നമ്മുടെ KG-യിലെ വിദ്യാർത്ഥികളെ LKG-യിലെ ഒരാളാണ് അതെ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കുന്ന നോക്കിയ ചേട്ടന്മാർക്ക് ഉണ്ടോ ഉണ്ടോ? കൈ കൊട്ട്. അടുത്തത് 1-ാം ക്ലാസ്. നോക്കിയേ നോക്കിയേ. നമ്മുടെ പ്രവേശനോത്സവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും നമുക്ക് ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്ത കൗൺസിലർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതേപോലെ മാധ്യമത്തിന്റെ പത്രത്തിന്റെ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ പതിപ്പുണ്ട്. അതിന്റെ ഉദ്ഘാടനവും കൗൺസിലർ നിർവഹിക്കും. പരിശീലനം Thank you.